താമര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളത്തിൽ നിന്ന് തന്നെ നമുക്ക് രാധാകൃഷ്ണൻ്റെ കഥകൾ തുടങ്ങാം. ഏർമാടം ഞാൻ കെട്ടി അതിൻ്റെ മുകളിൽ എൻ്റെ താമസമാക്കി. ഇപ്പോൾ 9 വർഷമായി അതിൻ്റെ മുകളിൽ താമസം തുടങ്ങി. ഞങ്ങളോട് പണ്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പക്ഷികൾ ചലിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് എനിക്ക് അത്ര വരുമാനമില്ല, കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് ഈ റംബൂട്ടാൻ തോട്ടത്തിൽ നിന്ന് കാപ്പിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ട്. കുറേ ഉണ്ടാവണമെങ്കിലും മരുന്നടിക്കണം. എന്തുകൊണ്ടാണ് മരുന്നടിക്കാത്തത്? മരുന്നടിക്കുക എൻ്റെ കുട്ടികളും കൂടിയല്ലേ തിന്നുന്നു. നമ്മൾ മറ്റുള്ള കുട്ടികളെ പറ്റിക്കാൻ കൊടുക്കണ്ടല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ കായ് തിന്നുന്നില്ലേ? നമ്മുടെ കുട്ടികൾ നല്ല കായ് തിന്നിട്ടെ. അതെ, എനിക്ക് ലാഭം വേണ്ട. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഒരു തൈ വാങ്ങുന്നത്. ഒരു തൈ വാങ്ങി വെച്ച് നോക്കും. അത് നല്ലതാണെങ്കിൽ പിന്നെ അത് നമുക്ക് കൂടുതൽ പഠിപ്പിക്കാം. ഞങ്ങൾ അതിന് 1 മീറ്റർ താഴ്ച 1 മീറ്റർ വീതി ചതുരത്തിലാണ് ഞങ്ങൾ അന്ന് കുഴിയെടുത്തത്. കുഴിയെടുത്തിട്ട് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകം, ഇത് 3 കൂടി ഒരു പകുതിക്ക് കുഴിയിലിട്ടിട്ട് പിന്നെ മണ്ണിട്ടു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ തൈ നടുന്നത്. ഈ കുളത്തിൽ ഒരുപാട് മീനുണ്ടല്ലേ? ഒരുപാട് മീനുണ്ട്. വലിയ കൊഞ്ചുണ്ട്, പിന്നെ പിലോപ്പിയുണ്ട്, റോഗുണ്ട്, കട്ട്ലയുണ്ട്, ഗ്രാസ് കാർപ്പുണ്ട്, വരാലുണ്ട്, ചെറുമീനുണ്ട്, പിന്നെ ആഫ്രിക്കൻ ഉണ്ട്, ഒരുപാട് കക്കയുണ്ട്. പടവുംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് രാധാകൃഷ്ണേട്ടനെയാണ്. ഇദ്ദേഹം നല്ലൊരു കർഷകനാണ്. നല്ല കർഷകൻ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു തോട്ടം കൃഷിയിടം പരിപാലിക്കുന്ന ഒരു കർഷകനാണ്. എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം, ഇവിടെ നല്ലൊരു ഫ്രെയിമാണ് അല്ലേ. ഈ ഒരു ഫ്രെയിമൊക്കെ നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് നമ്മളെ രാധാകൃഷ്ണേട്ടനാണ്. രാധാകൃഷ്ണേട്ടൻ്റെ കുളമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഒരു റംബൂട്ടാൻ തോട്ടം ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. രാധാകൃഷ്ണേട്ടാ, നമ്മൾ ഇത് കാവുമന്നം ആണല്ലേ? അതായത് നമ്മളെ തരിയോട് പഞ്ചായത്ത് കാവുമന്നം എന്നുള്ള സ്ഥലമാണ്. ഈ ഒരു കുളത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ആദ്യം രാധാകൃഷ്ണനെ എല്ലാവരും അറിയിച്ചത്. പുറം ലോകത്ത് എല്ലാവരും അറിഞ്ഞത് ശരിക്കും രാധാകൃഷ്ണനെ ഈ ഒരു കുളത്തിലൂടെയായിരുന്നു. ഈ ഒരു കുളം എന്ന് പറയുമ്പോൾ ഈ കുളം നിറയെ താമരയായിരുന്നു. ഈ താമര ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളം, കുറേ ഫോട്ടോഷൂട്ടും അങ്ങനെ വൈറലായ ഒരു പ്രദേശമായിരുന്നു ഇത് ഈ ഒരു കുളം. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് തന്നെ നമുക്ക് രാധാകൃഷ്ണൻ്റെ കഥകൾ തുടങ്ങാം. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇവരുടെ തറവാട് വീടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ കാര്യം തന്നെ പറയാം. എങ്ങനെയായിരുന്നു നമ്മൾ ഈ ഒരു കുളം ഇവിടെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നത്? ഇത് നല്ല വാഴക്കൃഷി തോട്ടമായിരുന്നു. നല്ല എൻ്റെ വാഴ തന്നെയാണ്, നല്ല വാഴക്കൃഷി. എനിക്കൊരു സുഹൃത്തുണ്ട് കണ്ണൂർ. അയാൾ മാരിയമ്മ അമ്പലത്തിൽ വെളിച്ചപ്പാടിന് എടുക്കുന്ന ഒരാളാണ്. അയാൾ ഒരു ദിവസം ഇവിടെ വന്ന് എന്നോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞു ഭാവിയിൽ ഇവിടെ ഒരു കുളം കുത്തേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ ഇത്ര നല്ല വാഴത്തോട്ടത്തിൽ ആരെങ്കിലും കുളം കുത്തും? അങ്ങനെ അയാൾ പറഞ്ഞു പോയി. അങ്ങനെ 8 വർഷം എനിക്ക് ഇതിൻ്റെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല. കുളം നീ ഭാവിയിൽ ഇവിടെ ഒരു കുളം കുത്തേണ്ടി വരുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിൽ നിന്ന് പിന്നെ ഒരു മായാത്തൊരു അവസ്ഥ വന്നു. പിന്നെ 8 വർഷത്തിന് ശേഷമാണ് എന്നാൽ പിന്നെ ഇവിടെ ഒരു കുളം കുത്തിക്കളയാം എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ വാഴയൊക്കെ മാറ്റി കിറ്റാച്ചിക്ക് ഞാൻ കുത്താം എന്ന് തീരുമാനിച്ച് കിറ്റാച്ചിക്ക് കരാറൊക്കെ കൊടുത്തു. അപ്പോൾ തൊഴിലുറപ്പ് സ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുത്തിക്കോളാം, ഞങ്ങൾ പഞ്ചായത്തിലൊന്ന് തൊഴിലുറപ്പിലേക്ക് എടുത്താൽ പിന്നെ ഞങ്ങളെ വന്ന് കുത്തിത്തരാമെന്ന്. അങ്ങനെ തൊഴിലുറപ്പ് സ്ത്രീകളും ആണുങ്ങൾ ഞങ്ങൾ 2 പേരും മാത്രം കുത്തിയ കുളമാണ്. ഇത് 57 സെന്റ് ഉണ്ടല്ലേ? 57 സെന്റ്. ഒരു അരയാള് ഏക്കറിന് മുകളിൽ അല്ല, അരയാള് താഴ്ച. ഇപ്പം നമുക്ക് ഈ കുളത്തിൽ താമരകളൊക്കെ മാറ്റി നമുക്കിനി താമരകൾ നടാനുള്ള പ്ലാൻ ഉണ്ട്. ഇനി താമരകൾ, അതായത് നമുക്കിപ്പോൾ ഈ കുളത്തിൽ ഒരുപാട് മീനുണ്ടല്ലേ? ഒരുപാട് മീനുണ്ട്. മീൻ എന്തൊക്കെയാ നമുക്കിപ്പോൾ? മീനിപ്പോൾ നമുക്കിതിൽ വലിയ കൊഞ്ചുണ്ട്, പിന്നെ പിലോപ്പിയുണ്ട്, റോഗുണ്ട്, കട്ട്ലയുണ്ട്, ഗ്രാസ് കാർപ്പുണ്ട്, വരാലുണ്ട്, ചെറുമീനുണ്ട്, പിന്നെ ആഫ്രിക്കൻ ഉണ്ട്, ഒരുപാട് കക്കയുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ മീനുകളായി. അപ്പോൾ ഈ മീൻ വന്നത് കൊണ്ടാണ് ഇപ്പോൾ താമര ഇല്ലാത്ത. മീൻ വന്നതുകൊണ്ട് മീൻ വലുതായി. അന്ന് മീൻ ഇല്ലായിരുന്നു. അന്ന് മീൻ ചെറിയ
അപ്പോൾ ഈ ഗ്രാസ് കാർപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇലകളും അതിൻ്റെ വരുന്ന പൂക്കളും മൊട്ടുകളൊക്കെ അവർ തിന്നുപോവുക. ഇനി അങ്ങനെയുള്ള മീനുകളെ മാറ്റിയിട്ട് നമുക്ക് താമര വീണ്ടും അങ്ങനെയുള്ള മീനുകൾ മാത്രമല്ല, അടുത്ത ഞാൻ കുളം വറ്റിച്ച് മീൻ വിൽപ്പന നടത്തിയതിന് ശേഷം ഒന്നും കൂടി കുളം വൃത്തിയാക്കി പിന്നെ താമര നട്ട് അത് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ മീൻ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ റിസോർട്ടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അല്ലേ? റിസോർട്ടുകളിൽ നിന്ന് വരുന്നു. അവരൊക്കെ എങ്ങനെയാവും അവരുടെ പാക്കേജിൽ ഉൾപ്പെടുത്തി എന്നിട്ട് ഇവിടെ ആളുകൾക്ക് മീൻ പിടിക്കാൻ ആളുകൾക്ക് വന്ന് ചൂണ്ടിയിടാം, മീൻ പിടിക്കാം, ഇവിടുന്ന് പൊരിക്കാം. അപ്പം നമ്മൾ കപ്പയും കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി, കപ്പ എന്താണോ അന്നെന്താ കിട്ടുന്നത് നമ്മുടെ നാടൻ ഭക്ഷണം അതെല്ലാം ഇവിടെ ഒരുക്കി കൊടുക്കും. പക്ഷേ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ആളുകൾ അങ്ങനെ ആയിരിക്കാം. ഇവിടെ നല്ല വേനലും നല്ല ഒരു അത്യാവശ്യം വെള്ളത്തിന്റെ അടുത്തായതുകൊണ്ട് കാറ്റുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൃഷികൾ എന്തൊക്കെയുള്ളത്? കൃഷികൾ എനിക്ക് റംബൂട്ടാൻ കൃഷിയുണ്ട്, കാപ്പിയുണ്ട്, പിന്നെ അടക്ക, പിന്നെ വാഴക്കൃഷി. കൃഷികളായിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പാരമ്പര്യമായിട്ട് ഇപ്പോൾ തറവാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും പണ്ട് മുതലേ കൃഷിയാണല്ലോ. കൃഷിയാണ്. അപ്പോൾ അന്ന് മുതലേ കൃഷിയോട് ഭയങ്കരമായൊരു താല്പര്യമായിരുന്നു. നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മളെ കൃഷിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളെ അച്ഛൻ ഉള്ള കാലം വരെ അച്ഛൻ്റെ കൂടെ നിന്ന് ചെയ്തു. അച്ഛൻ പോയതിന് ശേഷം പിന്നെ നമ്മൾ സ്വന്തം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വാഴ കൃഷിയൊന്നും നിർത്തിയിട്ടില്ല. വാഴ, കപ്പ അങ്ങനെയുള്ള കൃഷികൾ നിർത്തിയിട്ടില്ല. പിന്നെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മൾ മാറ്റം വരുമ്പോഴാണ് നമ്മൾ റംബൂട്ടാൻ കൃഷിയിലേക്കൊക്കെ കടന്നത്. അപ്പോൾ നമ്മുടെ ഈ റംബൂട്ടാൻ അവിടെ വലിയൊരു തോട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഏകദേശം 5 വർഷമായി. അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ കൃഷിയിലേക്ക് നമ്മൾ സാധാരണ എല്ലാവരും പാരമ്പര്യമായിട്ട് കുറേ കൃഷികളുണ്ട്. കാപ്പി, കുരുമുളക്, വാഴ, അല്ലെങ്കിൽ നെൽകൃഷി, ഇതൊക്കെയാണല്ലോ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതുതലമുറയിലെ കുറേ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ എന്താണ് ഈ ഒരു റംബൂട്ടാൻ തിരഞ്ഞെടുക്കാൻ കാരണം? അതെങ്ങനെയാണ് ആ ഒരു കൃഷിയിലേക്ക് ഒരു ഐഡിയ എങ്ങനെയായിരുന്നു വന്നത്? അത് ഞാൻ അമ്പെയ്ത്ത് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ കോഴിക്കോട് മുതലക്കുളം പോലീസ് ക്വാർട്ടേഴ്സിൽ കാര്യം ഞാൻ പ്രത്യേകം പ്രേക്ഷകരോട് പറയാം. ഇദ്ദേഹം ഒരു അമ്പെയ്ത്തിൻ്റെ ആർച്ചറി കോച്ചാണ് അല്ലേ? അതായത് ദേശീയ തലത്തിൽ വരെ മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുള്ളതും കുട്ടികളെ പങ്കെടുപ്പിക്കാൻ നമ്മളെ കേരള ടീമിനെ അടക്കം പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ആർച്ചറിയിൽ വന്ന് എങ്ങനെയായിരുന്നു ഈ ഒരു റംബൂട്ടാൻ മേഖലയിൽ? അത് ഞാൻ ഈ മുതൽക്കുളം പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഞാൻ കോഴിക്കോട് അമ്പെയ്ത്ത് പഠിപ്പിക്കുമ്പോൾ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു പോലീസുകാരന് പരിചയമുള്ളതുകൊണ്ട് അവിടെയായിരുന്നു താമസം. ചന്തുക്കുട്ടി സാറെന്നാണ് നമ്മൾ ആ സാറിനെ വിളിക്കുന്നത്. ഞാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ എനിക്കൊരു കിലോ റംബൂട്ടാൻ കായ് വാങ്ങി തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ റംബൂട്ടാൻ കഴിക്കുന്നത്. അത് ഞാൻ കുറച്ച് 2-3 എണ്ണം കഴിച്ചിട്ട് ബാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് വയനാട്ടിലുള്ള വെലിങ്ങനെ റംബൂട്ടാൻ വരുന്ന കാലമൊന്നുമല്ല. അതിൽ നിന്നൊരു വിത്തെടുത്ത് അത് കളഞ്ഞതാ. ശരിക്കും അത് മുളച്ച് അതിൽ നിന്ന് ഒരു തൈ വീട്ടിലുണ്ട്, വലിയ മരമായി. പക്ഷെ വലിയ അന്ന് നമുക്കിങ്ങനെ കവാത്ത് ഇതിങ്ങനെ വെട്ടി കൊടുക്കണമെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അറിഞ്ഞുകൂടാ. അപ്പോൾ അതിങ്ങനെ വലിയ മരമായിട്ട് അങ്ങ് വളർന്നു. അതിന് നിറയെ കായായി. പക്ഷെ അത് കിളികൾ തിന്നു. നമുക്ക് വല്ലപ്പോഴും ഒന്ന് കിട്ടിയാലേ ഉള്ളൂ. പിന്നെ ഒരു തോന്നി വേണ്ട, ഈ തൈ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ലേശം തൈ വെച്ച് നോക്കാം. അങ്ങനെ കുട്ടികൾ അന്വേഷിച്ചപ്പോൾ അമ്പലവയലിൽ നിന്ന് തൈ വാങ്ങി. തൈ കിട്ടിയപ്പോൾ അന്നൊരു 50 തൈ വാങ്ങി വെച്ചു. 2ാം വർഷം തന്നെ അത് കായായി കഴിച്ചു. അപ്പോൾ വലിയ തൈയാണ് വാങ്ങിയത്. 750 റുപ്യ ഒരു തൈക്ക് അന്ന്. അത് 2ാം വർഷം തന്നെ കായായി തുടങ്ങി. 3ാം വർഷം മുതൽ നമുക്ക് നല്ല കായ് കിട്ടി തുടങ്ങി. 4ാം വർഷം മുതൽ നമ്മൾ വിൽപ്പന തുടങ്ങി. അപ്പോൾ ഈ വർഷം നിങ്ങൾ കണ്ടതാണല്ലോ അതിൽ എങ്ങനെ കായുണ്ട്. അങ്ങനെയാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് മാറിയത്. ഈ പ്രാവശ്യം 50 തൈയും കൂടി വാങ്ങി കൂടുതൽ വെച്ചു. ഒരു 100 തൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തൈയും കൂടി വാങ്ങണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിപണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു ഭാഗം കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു ഏരിയ കൂടിയാണല്ലോ. അപ്പം നമുക്ക് ഈ റംബൂട്ടാൻ വിൽക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ള എന്ത് സാധനം വിൽക്കാനാണെങ്കിലും നമ്മളത് എന്താ ചെയ്യുന്നത്? ഈ റംബൂട്ടാൻ ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമുക്ക് ഇടനിലക്കാരില്ലാണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ നേരിട്ട് ആളുകൾ എത്തുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാകും. അപ്പോൾ എങ്ങനെയാണ് ഈ റംബൂട്ടാൻ്റെ ഒരു വിപണി? വിപണി ഞങ്ങൾ കണ്ടെത്തുന്നത് ഈ പഞ്ചായത്തിലൊരു ഗ്രൂപ്പുണ്ട്. നമ്മളെ കായാവുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഇടും. ഗ്രൂപ്പിലിടുമ്പോൾ പല ഭാഗത്തുനിന്നും വിളി വരും. പിന്നെ അവർ നമ്മളെ അടുത്ത് വരുന്നത് അവരെയും കൂട്ടി തന്നെ പോയി നമ്മൾ മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ച് അവർക്ക് തൂക്കി കൊടുക്കുക ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ. അങ്ങനെയാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ബാക്കി വരുന്ന പ്രശ്നമില്ല, ബാക്കി വരുന്ന വിഷയമില്ല. അതും നമ്മളെടുത്ത് കഴിഞ്ഞ്
ബാക്കിയുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാലും വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നല്ലൊരു വരുമാനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാപ്പിയും അതുപോലെ കുരുമുളകും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റംബൂട്ടാൻ കൃഷി നല്ലതാണ്. നമുക്ക് എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ ഒരേക്കറിൽ കാപ്പി ചെയ്യുന്നതും ഒരേക്കറിൽ ഇപ്പോൾ റംബൂട്ടാൻ ചെയ്യുന്നത് നമ്മളെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ്? എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് എനിക്ക് അത്ര വരുമാനമില്ല, കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് ഈ റംബൂട്ടാൻ തോട്ടത്തിൽ നിന്ന് കാപ്പി കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടുന്നില്ല. അത്ര പണിയുമില്ല, കാപ്പിക്ക് എടുക്കുന്ന അത്ര പണിയില്ല. കാപ്പിക്ക് നമ്മൾ വെട്ടണമെങ്കിൽ, കാപ്പി കുറച്ച് കഴിഞ്ഞ് വെട്ടണമെങ്കിൽ പുറത്തുനിന്ന് 1500 രൂപ കൂലി കൊടുത്തിട്ട് ഒരാളെ വിളിക്കണം. ഒരാളോ 2 ആളോ 3 ആളോ 4 ആളോ വിളിച്ചാൽ ഒരു ദിവസത്തെ പൈസയായി. പക്ഷെ റംബൂട്ടാൻ നമുക്ക് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ജോലികളൊക്കെ നമ്മൾ തന്നെയാണ് പുറത്തുനിന്ന് ആരെയും കൂട്ടും. മക്കളും ഞങ്ങൾ തന്നെ, രാധാകൃഷ്ണനും എല്ലാവരും തന്നെ. മക്കൾ വളവും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരും. ഞാനത് 1-2 ദിവസം 3 ദിവസം എടുത്താലും നമുക്ക് എന്നും പണിയായിരിക്കും. എന്നും പണിയാണ്. ഒരു ദിവസം നമുക്ക് അങ്ങനെ സമയം കളയാനില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം എങ്ങനെയായിരിക്കും? നമുക്കിപ്പോൾ രാധാകൃഷ്ണേട്ടൻ എനിക്ക് തോന്നുന്നു കൃഷിയിടത്തിലായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്കൊരു ദിവസം? ഞാൻ ഒരു ദിവസം 5 മണി പള്ളിയിൽ വാങ്ക് വിളി കേൾക്കണം. ഒരു ദിവസം അമ്പലത്തിലെ മണിയടി പിന്നെ പാട്ടും പള്ളിയിലെ പാട്ടൊക്കെ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ എണീക്കണം. ഞങ്ങളോട് പണ്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്, പക്ഷികൾ ചലിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണർന്നിരിക്കണം രാവിലെ, പിന്നെ കിടക്കരുത്. അപ്പോൾ നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ ഒരു ഊർജ്ജം കിട്ടും. അപ്പം ആ ശീലം ഇന്ന് ഞാൻ തുടർന്ന് പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ സമയത്ത് എണിച്ച് നല്ല വട്ടം വരുമ്പോഴേ ഞാൻ തൂമ്പയാണെങ്കിൽ തൂമ്പ എടുത്ത് പാടത്തേക്ക് അല്ലെങ്കിൽ തോട്ടത്തേക്ക് ഇറങ്ങും. രാവിലെ എല്ലാവരും ഇപ്പോൾ ചായയും കാപ്പിയും നിർബന്ധമില്ല. ഞാൻ 1 കപ്പ് പച്ചവെള്ളം എടുത്ത് കുടിക്കും, ഇറങ്ങും. 10 മണിയാകുമ്പോൾ വീട്ടിൽ കയറും, കഞ്ഞി കുടിക്കും, വീണ്ടും പണിക്കിറങ്ങും. സന്ധ്യ ആവുന്നവരെടുക്കും. എന്തെങ്കിലുമൊക്കെ പണി എന്നും ഉണ്ടാവും. എന്നും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ടൗണുമായിട്ടോ അല്ലെങ്കിൽ ടൗണായിട്ട് ഞാൻ അമ്പെയ്ത്തിന് പോകുമ്പം മാത്രമേ ടൗണായിട്ട് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ബാങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നെങ്കിൽ പോകും, ഇല്ലെങ്കിൽ മുടി മുറിക്കാൻ പോകും. ഈ 2 കാര്യത്തിന് മാത്രമേ ഞാൻ ടൗണിലേക്ക് പോകാറുള്ളൂ. ബാക്കി ഇപ്പം മക്കൾ വലുതായല്ലോ, അപ്പോൾ അവർ ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ വീട്ടിൽ നിന്ന് അവരെയാ പറഞ്ഞൂടെ. നമ്മൾ ബൈക്ക് ഓട്ടിക്കാനെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് നടക്കണ്ടേ. നമുക്ക് കൃഷിയിടം തന്നെയാണ്. നമുക്ക് രാവിലെ മുതൽ പിന്നെ കൃഷിയിടം തന്നെയാണ്. നമുക്ക് ശരിക്കും എനിക്ക് രാധാകൃഷ്ണനൊക്കെ ജനിച്ചത് മുതൽ കൃഷിയുമായിട്ട് വെച്ചാൽ ഞാറ് പറിക്കുന്ന സമയത്ത് ഒരു പിടി ഞാറെടുത്ത് പാടത്ത് കൊണ്ടിടാൻ പക്വത വന്ന കാലം. അതെങ്കിലും എടുത്ത് ഞാറ് പറിക്കുന്നിടത്ത് കൊണ്ടു കൊടുക്കും. നടുന്ന സ്ഥലത്ത് ഒരു പിടി എന്നാൽ അത്രയാവും. 2 കൈ കൊണ്ടും താങ്ങുന്ന കാലം. ഒരു പിടി ഞാറ് അങ്ങനെ പിന്നെ ജോലി ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും മടിയില്ല. അന്ന് കൂടുതൽ കുട്ടികൾ, അതേ പ്രായത്തിലെ കുട്ടികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവുമ്പോൾ പിന്നെ ഒരു പിടി ഞാരെടുത്ത് പാടത്ത് കൊണ്ട് കൊടുക്കുന്ന ചളിയിൽ കളിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കുമല്ലോ. അതെ. നമുക്ക് എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു പുതിയ വീടുകളൊക്കെ നമ്മൾ വെച്ച് മാറിയെങ്കിൽ പോലും ഈ ഒരു തറവാടും ഈ ഒരു പരിസരവും ഇങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്? എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ ജീവിച്ച് മരിച്ച വീടാണല്ലോ. അപ്പോൾ എൻ്റെ കാലം വരെ അതിവിടെ നോക്കട്ടെ. അപ്പോൾ നമുക്കൊരു ഓർമ്മയില്ല. അതെ. അപ്പോൾ ഈ വീടും പരിസരമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട്, അത് ആരുടെ ഐഡിയ ഇങ്ങനെ സൂക്ഷിക്കുക? അത് മോൻ്റെ ഐഡിയ. അച്ഛനെന്തായാലും ഇവിടെ ഇങ്ങനെ ഈ വീടും നോക്കി നിൽക്കുന്നില്ല, അത് കുറച്ച് ഭംഗിയാക്കി എടുത്ത് ചെയ്താൽ ആരെങ്കിലുമൊക്കെ അതിലൊരു വരുമാനം കണ്ടെത്തുകയും ചെയ്യാം. നമ്മളൊരു സന്തോഷമാണ് നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ ആണെങ്കിലും. അതിന് ഈ ഒരു ഇവിടുത്തെ ഇപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഹട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഏറുമാടം ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെറിയൊരു ഷെഡ്, നമുക്കിവിടെ മീൻ പിടിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ പുറമേ നിന്ന് ആരും വന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാനുള്ളൊരു സ്ഥലം. പിന്നെ കൂടാതെ എനിക്ക് ഇപ്പം മുറുക്കാൻ വാങ്ങാൻ ഒരു പൈസ ഇല്ല, കയ്യിൽ പൈസ ഒന്നുമില്ല. മക്കളോട് ചോദിക്കാൻ മടിയോ അല്ലെങ്കിൽ പിന്നെ എന്താവാം. അപ്പം ഞാൻ ആരെങ്കിലും വരും, അപ്പോഴത്തേക്ക് 1 കിലോ മീൻ വേണം, പൈസയായി. എനിക്ക് പൈസയായി. 1 കിലോ മീൻ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും. അന്നേരം 1 കിലോ മീൻ പിടിച്ചു കൊടുത്താൽ എനിക്ക് അന്നത്തേക്കുള്ള പൈസയായി. അപ്പോൾ എൻ്റെ ചെറിയ വരുമാനം മീനാണ്.
അപ്പോൾ ആരെങ്കിലും ഉണ്ടാവും 1 കിലോ മീൻ ചോദിച്ചുകൊണ്ട് വരും. ആ മീൻ ചോദിച്ചുകൊണ്ട് വരും, ഒരു മീൻ പിടിച്ച് അവൻ കൊടുക്കും. അപ്പോൾ നമ്മൾ 250 റുപ്യ 1 കിലോ തിരുവത്തിക്ക് കൊടുക്കുന്നത്. അപ്പോൾ 250 റുപ്യ നല്ല മീനായതുകൊണ്ട് അപ്പം തന്നെ പിടിച്ചു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് വിപണീൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും എനിക്കൊരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നത്. നമുക്കിവിടെ ആര് വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് മീൻ പിടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റംബൂട്ടാൻ പറിച്ചു കൊടുക്കുക അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. മീൻ പിന്നെ ഞാൻ അങ്ങനെ നമ്മളെ പ്രായം നോക്കിയിട്ട് വലുപ്പം അനുസരിച്ച് കൊടുക്കുള്ളൂ. കാരണം ഇത് നമ്മളെ മൊത്തം പിടിച്ച് പിന്നെ കുഞ്ഞുങ്ങളിട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അന്നേരം വലുതായി കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് അപ്പോൾ ആവശ്യത്തിന് ഞാൻ പിന്നെ പുറമേ അങ്ങനെ കൂടുതൽ കൊടുക്കലില്ല. നമ്മൾ എന്തെങ്കിലും കുടുങ്ങുമ്പോൾ ലേശം കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഗസ്റ്റുകളാണ് കൂടുതൽ, റിസോർട്ടിൽ നിന്നൊക്കെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഇവിടുത്തെ ഏറുമാടാണ്. എന്താ ഒരു ഏറുമാട് എങ്ങനെ നിർമ്മിക്കാൻ, അതിൽ എന്താ നമുക്ക് അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോഴൊരു സുഖവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ? ഏറുമാട് നമുക്ക് ഒരു 10 അടി മുകളിലാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. അത് കെട്ടിയെന്ന് വെച്ചാൽ പിന്നെ കുളത്തിനൊരു കാവൽ, അത് ഉദ്ദേശിച്ചത് അതാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ താഴോട്ട് കാണാം, അന്നേരം ക്യാമറയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ നോക്കാന്നുള്ള കണക്കൂട്ടല്ല. നമ്മൾ വാതിലടിച്ച് അകത്ത് കിടന്ന് നമ്മൾ പുറത്ത് നടക്കുന്നതൊന്നും നമ്മളറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നൊരു ഏർമാടം ഞാൻ കെട്ടി അതിൻ്റെ മുകളിൽ എൻ്റെ താമസമാക്കി. ഇപ്പോൾ 9 വർഷമായി അതിൻ്റെ മുകളിൽ താമസം തുടങ്ങി. എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മുകളിലുള്ളൊരു? അതിൻ്റെ മുകളിൽ ഇവിടെ വെള്ളത്തിൻ്റെ വക്കായതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമൊന്നുമില്ല. പിന്നെ നല്ല നല്ല സുഖമാണ്. നല്ല ഫാന് വേണ്ട, ഒന്നും വേണ്ട. നല്ല സുഖമായിട്ട് കയറി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങി പോകും. അതിൻ്റെ മുകളിൽ 2 കട്ടിലും കിടക്കൊക്കെ ഉണ്ട്. നമുക്കതുപോലെ നമ്മൾ ഇപ്പോൾ രാധാകൃഷ്ണേട്ടൻ നമ്മളെ തോട്ടത്തിൽ ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലമുള്ളത്? എനിക്കിവിടെ 17 ഏക്കർ സ്ഥലമുണ്ട്. ഈ തോട്ടത്തിലൊക്കെ ഞങ്ങൾ നടന്ന് കണ്ടതാണ്. നമ്മൾ ഒരുപാട് റംബൂട്ടാൻ കാണാൻ പോയപ്പോഴൊക്കെ ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നട്ടു വെക്കുന്നത്? ഇനി നമുക്കിപ്പോൾ ഓരോന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നട്ടു വെച്ചിട്ടുണ്ടാവുക. ഒരു പേരക്കയാണെങ്കിൽ ഒരു പേരക്ക, അല്ലെങ്കിൽ ഒരു മുസമ്പി ആണെങ്കിൽ മുസമ്പി, അങ്ങനെ ഓരോ ചെടികളും നട്ടു. നമ്മൾ ഓരോന്ന് വെച്ചതെന്ന് വെച്ചാൽ അത് എങ്ങനെ ഇവിടെ പിടിക്കും, നമ്മൾ ഈ മണ്ണിന് യോജിക്കുന്ന തൈകളാണോ? നമ്മൾ ഒരുപാട് വാങ്ങി പണം മുടക്കി വെച്ചിട്ട് അത് ചിലപ്പോൾ ഈ മണ്ണിന് പിടിക്കാത്ത തൈകളാണെങ്കിലോ? അതെ. അപ്പോൾ ആദ്യം ഒരു തൈ വാങ്ങും. ഒരു തൈ വാങ്ങിയിട്ട് ആ തൈയിൻ്റെ എങ്ങനെയാണ് ആ തൈ വളരുന്നത് നോക്കും. പിന്നീട് നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും. അല്ലാതെ നമ്മൾ നല്ലൊരു പൈസ മുടക്കിയിട്ട് തൈ വാങ്ങി വെച്ചിട്ട് അതൊക്കെ ഉണങ്ങിപ്പോകുന്നൊരു കാലമാണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ആദ്യം ഒരു തൈ വാങ്ങുന്നത്. ഒരു തൈ വാങ്ങി വെച്ച് നോക്കും. അത് നല്ലതാണെങ്കിൽ പിന്നെ അത് നമുക്ക് കൂടുതൽ പിടിപ്പിക്കാം. അല്ലാതെ ഒരു തോട്ടം തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിച്ചൊരു കൂട്ടം വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ നമ്മളെ തോട്ടത്തിലൊക്കെയാണെങ്കിൽ ഫ്രൂട്ട്സ് ഒരുപാടുണ്ട്. ഇതൊക്കെ എന്താ നമ്മൾ തന്നെ പറിച്ച് കഴിക്കുകയാണോ? അല്ല, നമ്മൾ തന്നെ പറിച്ച് കഴിക്കുന്നതല്ല. സുഹൃത്തുക്കളൊക്കെ വരില്ലേ, സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഹൃത്തുക്കൾ വരുമ്പോൾ ഓർക്ക് നമ്മളതിന് ചോട്ട് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാനൊരു രസം. കാണിച്ചു കൊടുക്കുമ്പോൾ ഇതിന് 2 കായ് പറിച്ചു കൊടുക്കാനൊരു ചിലർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ 2 പറിച്ച് അങ്ങനെ ഒറ്റ മരങ്ങളുള്ളതൊക്കെ അങ്ങനെ പോകുള്ളൂ. വിൽപ്പനയ്ക്കൊന്നും എടുക്കില്ല. ഇല്ല. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ റംബൂട്ടാൻ നമ്മുടെ 2ാമത്തെ വർഷത്തിൽ തന്നെ കായ്ച്ചു എന്ന് പറഞ്ഞു. നമ്മൾ ഈ റംബൂട്ടാൻ അങ്ങനെ നടുമ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ അതിൻ്റെ നടുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ. നടുമ്പോൾ ഞങ്ങൾ അതിന് 1 മീറ്റർ താഴ്ച 1 മീറ്റർ വീതി ചതുരത്തിലാണ് ഞങ്ങൾ അന്ന് കുഴിയെടുത്തത്. കുഴിയെടുത്തിട്ട് എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചാണകം, ഇത് 3 കൂടി ഒരു പകുതിക്ക് കുഴിയിലിട്ടിട്ട് പിന്നെ മണ്ണിട്ട് പിന്നെ അത് ആ മണ്ണും ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് അതിൻ്റെ നടുക്ക് ഒരു കോലെടുത്ത് കുത്തി കറക്റ്റാക്കി അവിടെ മൂടിയിട്ടു. മൂടണ്ട, മണ്ണിട്ട് നിറച്ച് ഫില്ലാക്കി വെച്ച്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ തൈ നടുന്നത്. അപ്പോഴത്തേക്ക് ആ മണ്ണ് അത് 1 മാസം കഴിഞ്ഞിട്ടാണ് വളം ഇട്ട് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നട്ടത് അന്ന്. അപ്പോഴത്തേക്കും വളവും മണ്ണും തമ്മിലൊരു ജോയിൻ്റ് വരും. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ നട്ടത്. അതായി പെട്ടെന്ന് വളർന്ന് കയറി. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നല്ല വളർച്ച. അങ്ങനെ ഞങ്ങൾ നട്ടത്. അതായത് രാധാകൃഷ്ണൻ്റെ ഒരു ഐഡിയയിൽ, എൻ്റെ ഒരു ഐഡിയ അങ്ങനെയാണ് ഞങ്ങൾ ആ തൈ നട്ടത്. അതുകൊണ്ട് 2ാം വർഷം തന്നെ ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. അതുപോലെ രാധാകൃഷ്ണൻ ഇപ്പോൾ ഒരു
രാസവളങ്ങളും ഉപയോഗിക്കില്ല എന്ന് രാസവളം ഉപയോഗിക്കില്ല. രാസവളം കുറച്ച് വേണം. യൂറിയും പൊട്ടാസും കായ് മരം പൂക്കുന്നതിൻ്റെ പൂത്ത് നമ്മൾ തുടങ്ങും എന്ന് തോന്നുന്നതിൻ്റെ കുറച്ച് മുമ്പേ കുറച്ച് രാസവളം അത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് മാത്രം, മരുന്നൊന്നും ഞങ്ങൾ കുടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ റംബൂട്ടാൻ ആവശ്യക്കാരെ അതുകൊണ്ടാണ്. നമ്മളെന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വരുമാനം എന്നുള്ളൊരു ഉപരി നമുക്ക് പുറത്തുനിന്നുള്ള ചിലപ്പോൾ കച്ചവടക്കാർക്ക് കൊടുക്കാനാണെങ്കിലും നമുക്ക് കുറേ ഉണ്ടാവണമെങ്കിലും മരുന്നടിക്കണം. എന്തുകൊണ്ടാണ് മരുന്നടിക്കാത്തത്? മരുന്നടിക്കുക എൻ്റെ കുട്ടികളും കുടിച്ചല്ലേ തിന്നുന്നു. നമ്മൾ മറ്റുള്ള കുട്ടികളെ പറ്റിക്കാൻ കൊടുക്കണ്ടല്ലോ. എൻ്റെ കുഞ്ഞുങ്ങൾ ഈ കായ് തിന്നുന്നില്ലേ? നമ്മുടെ കുട്ടികൾ നല്ല കായ് തിന്നിട്ടേ. അതെ, എനിക്ക് ലാഭം വേണ്ട. അത് ലാഭത്തിന് വേണ്ടി അങ്ങനെയുള്ള ലാഭം നമുക്ക് വേണ്ട. അങ്ങനെയുള്ള ലാഭം വേണ്ട. നിങ്ങൾ ആ ചെടി ഇപ്പോൾ കണ്ടില്ലേ എത്ര കായ് കൊഴിഞ്ഞത്? ആ കൊഴിഞ്ഞതൊക്കെ അതിനുള്ള മരുന്നുണ്ടാവും. അത് വാങ്ങി അടിച്ചാൽ ചിലപ്പോൾ കുറേയൊക്കെ പിടിച്ച് നിൽക്കും. അങ്ങനെ വേണ്ട. അങ്ങനെ മരുന്നടിച്ചിട്ടുള്ള ഒരു കായും ഞാൻ എൻ്റെ കുട്ടിയൊക്കെയായാലും മറ്റുള്ള കുട്ടിയൊക്കെയായാലും, അതായത് വാങ്ങിക്കഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പിന്നെ ഈ വാങ്ങുന്നത് മുഴുവൻ വാങ്ങുന്ന ആൾ മാത്രമല്ലല്ലോ തിന്നുന്നത്, അവരെ വീട്ടിൽ ചെന്ന് കൊണ്ടുവന്ന കുട്ടികളൊക്കെ തിന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് മരുന്നടിക്കില്ല. നമുക്കപ്പോൾ ഈ കുളത്തിൽ നിന്ന് നമുക്കിന്ന് മീനൊക്കെ പിടിക്കാമല്ലോ അല്ലേ? പിടിക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ വേണേ ചൂണ്ടിട്ട് നോക്കാം. എനിക്ക് മീൻ പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീശി നോക്കിയാലോ? വീശി നോക്കാം. മഴയാകുമ്പോൾ നല്ല മീൻ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? തീറ്റിട്ടിട്ട് വീശി അതാ മീനത് കാണുന്നത്. മീൻ ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ? വന്ന് നിൽക്കും. പക്ഷെ വലിയൊക്കെ മീനൊന്നും ഈ സൈഡിൽ നടുക്കേക്കായിരിക്കും അടുക്കൂല. പരീക്ഷ എടുക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി കുട്ടികൾ വരും. ഈ പൂച്ചെടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയൊക്കെ ബുക്കൊക്കെ എടുത്ത് വന്ന് ഇവിടെ കുത്തിയിരുന്ന് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ നമ്മളോ വലിയ വിദ്യാഭ്യാസം എടുക്കാൻ നമുക്ക് പറ്റിയില്ല. എന്നാൽ പഠിക്കുന്ന കുട്ടികൾ പഠിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ആ സ്ഥല സൗകര്യം ചെയ്തിട്ട് നമ്മൾ എൻ്റെ കൃഷി സ്ഥലത്തേക്ക് നമ്മൾ മക്കളെ വൈകുന്നേരം വരെ നോക്കിക്കോണേന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും. അങ്ങനെ നല്ല കുട്ടികൾ വരും. മിക്കവാറും കുട്ടികൾ ഉണ്ടാവില്ല. അതുപോലെ നാരങ്ങ വമ്പിളി മൂസ് പറിച്ച് തിന്നാനുണ്ടാവും. മാങ്ങയാകുമ്പോൾ മാങ്ങ പറിക്കാനുണ്ടാവും. ശരിക്കും കുട്ടികൾ അതൊക്കെ കണ്ട് വളരണം. അതൊക്കെ കാണണം. അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. നമ്മൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ജീവിക്കണമെന്ന്. എനിക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. അതെ, എൻ്റെ ചിന്ത അങ്ങനെയാണ്. നമുക്ക് മീൻ പിടിച്ചാലോ? മീൻ പിടിക്കാം. അപ്പോൾ അപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ കൃഷിയിടവും അതുപോലെ തന്നെ കുളവും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടു ആസ്വദിച്ചു. നമ്മൾ കുറേ മീനുകളെയൊക്കെ ഇവിടുന്ന് പിടിച്ചു. അതുപോലെ തന്നെ റംബൂട്ടാൻ പറിച്ചു. അങ്ങനെ ഒരുപാട് പഴങ്ങൾ കാര്യങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചു തന്നു. ഇപ്പോൾ നമുക്ക് അതൊക്കെ ഈ വീഡിയോയിൽ കുറേ ഭാഗങ്ങളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം സമയപരിമിതിയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു ആർച്ചറി കോച്ചാണ് കേട്ടോ. അദ്ദേഹം പഠിപ്പിച്ച ഒരുപാട് ശിഷ്യന്മാർ ഇന്ന് പലയിടങ്ങളിൽ നമ്മുടെ കേരളത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുണ്ട്. അതുപോലെ ഒരുപാട് പേരാണ് ഇദ്ദേഹം ആർച്ചറി മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളെയൊക്കെ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം നമുക്കൊരു മാതൃക കൂടിയാണ്. നമ്മുടെ ഇങ്ങനൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ നല്ല രീതിയിൽ. അതുപോലെ തന്നെ പുതിയ കാലത്തെ കൃഷികൾ ഒപ്പം കൊണ്ടുപോകുന്നു. പഴയ പാരമ്പര്യമായി കൈവന്ന കൃഷികൾക്കൊപ്പം പുതിയ കാലത്തെ കാർഷിക വിളകളും അദ്ദേഹം പരീക്ഷിക്കുന്നുണ്ട്. പരീക്ഷിക്കുക മാത്രമല്ല, അതിൽ നല്ല വിജയം നേടുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റംബൂട്ടാൻ. അപ്പോൾ കൂടുതൽ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ റംബൂട്ടാൻ വ്യാപിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയാനുള്ളത്, നമുക്ക് ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ മീനൊക്കെ വാങ്ങിക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഭാവിയിൽ അദ്ദേഹം
അദ്ദേഹം ഒരുക്കാൻ പോവുകയാണ്. ഇവിടെ ഈ ഒരു മനോഹരമായൊരു സ്ഥലത്തൊരു ടൂറിസം പ്രൊജക്റ്റ് കൂടി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. അതേപോലെ നല്ലൊരു മനോഹരമായ ഹട്ടിലെ നല്ല ഭംഗിയാണ്, നമ്മളെ വിഷ്വലൊക്കെ കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഞങ്ങൾ ഇനിയും വരും രാധാകൃഷ്ണേട്ടൻ്റെ കൃഷിയിടത്തിലേക്ക്. നമുക്ക് ഈ കുളം മുഴുവൻ ഇദ്ദേഹം താമര ഇനിയും വിരിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇനിയും തീർച്ചയായിട്ടും എന്തായാലും അപ്പോഴൊക്കെ നമ്മളിവിടെ എത്തും. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാടവും പറമ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. അപ്പോൾ നല്ല മഴ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മഴക്കാഴ്ചകളോടെ ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്.